സംബാൽ ഷാഹി ജമാ മസ്ജിദിൽ നിന്ന് ഹിന്ദു സേന ഉയർത്തിയ അവകാശവാദം 6 പേരുടെ കൊലപാതകത്തിൽ കലാശിച്ചത് രാജ്യത്തെ വർഗീയ കൊലപാതകങ്ങളുടെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായിരുന്നു. സംഭവത്തിന് പിന്നാലെ അജ്മീറിലേക്കും ഡൽഹിയിലേക്കും ഹിന്ദുവാദികളുടെ കൈകൾ നീണ്ടുചെന്നു. അജ്മീർ ദർഗയിലും ഡൽഹി ജമാ മസ്ജിദിലും കണ്ണുവെച്ച് സംഘപരിവാർ നടത്തുന്ന നീക്കങ്ങൾ പക്ഷേ മന്ദഗതിയിലാകുന്നത് തന്നെയാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത്. സംഭലിലെ ഷാഹി മസ്ജിദിലും അജ്മീർ ദർഗയിലുമൊക്കെ അവകാശം ഉന്നയിച്ച് സമർപ്പിച്ചിരിക്കുന്ന ഹർജികളിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് മുതിർന്നിട്ടില്ല സംഘപരിവാർ. ഇത് വിഷയത്തിൽ അവർക്കുള്ള താല്പര്യം നഷ്ടപ്പെടുകയാണെന്ന് വെറുതെയെങ്കിലും കരുതിയെങ്കിൽ തെറ്റി. വെറുതെ പോലും അങ്ങനെ ഒരു നിഷ്കളങ്കത ഈ വിഷയത്തിൽ സംഘപരിവാറിൽ നിന്ന് പ്രതീക്ഷിക്കാനായില്ല. മുസ്ലിം ചരിത്രം മായ്ച്ചു കളയുന്നതിൽ സംഘപരിവാർ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്നത് തന്നെയാണ് അതിനർത്ഥം. സംഭലിലെയും അജ്മറിലെയും ഒക്കെ മൗനം സംഘത്തിനകത്തെ അസ്വസ്ഥതയും അനിശ്ചിതത്വവും വ്യക്തമാക്കുന്നുവെന്നും കരുതേണ്ടതുണ്ട്. സംഭൽ ഷാഹിയും അജ്മീർ ദർഗയും ഉൾപ്പെടെ ഇസ്ലാമിന്റെ ആരാധനാലയ കേന്ദ്രങ്ങൾ ഇനിയും വെട്ടിപ്പിടിക്കാനുണ്ടെന്ന വ്യക്തമായ ലക്ഷ്യമുണ്ട് സംഘപരിവാറിന്. ഇവയൊക്കെയും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചതാണെന്ന വിശ്വാസം തന്നെയാണ് ഇതിനാധാരം. ഇനി ബാബറി മസ്ജിദിന്റെ സ്ഥാനം ഉയർത്തുന്ന അയോധ്യ ക്ഷേത്രം ആ വിശ്വാസത്തിന്റെ വിജയവും. എന്നാൽ സംഭൽ ഷാഹിയിലെയും അജ്മറിലെയും ഉൾപ്പെടെ ഉയർത്തിയ വാദങ്ങൾ തിരിഞ്ഞു കൊത്തുമോ എന്ന പേടിയും സംഘപരിവാറിനുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാശി, മധുരൈ പോലെ നിലവിലുള്ള വാദങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക സംഘപരിവാറിനുള്ളതായിട്ട് മുതിർന്ന ചില നേതാക്കളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സംഭാലിലെയും അജ്മീറിലെയും ഹർജികൾ പിൻവലിക്കാൻ പോലും പ്രവർത്തകർക്ക് RSS നിർദ്ദേശം നൽകിയതായിട്ടാണ് വിവരം. രാമക്ഷേത്രവും കാശിയും മധുരയുമാണ് സംഘപരിവാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന കേസുകൾ. ഇതിൽ രാമക്ഷേത്രം വിജയം കണ്ടെങ്കിലും കാശിയും മധുരയും ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണുള്ളത്. രാജ്യത്തുടനീളമുള്ള പള്ളികളിൽ അവകാശവാദം ഉന്നയിച്ചാൽ ഈ കേസുകളിലെ വിശ്വസ്തത നഷ്ടപ്പെടുമെന്നാണ് സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി കാശിയിലെയും മധുരയിലെയും അവകാശവാദങ്ങൾ എന്ന തെറ്റിദ്ധാരണ കേസുകളിലെ ദോഷകരമായി ബാധിക്കുമെന്ന ഒരു സംഘപരിവാർ നേതാവിന്റെ പ്രസ്താവനയും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രമുഖരായിട്ടുള്ള RSS നേതാക്കളൊന്നും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ മൗനം പക്ഷെ വെറുതെ ഉണ്ടായതല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. 2022 ജൂണിൽ ഗ്യാൻവാപ്പി മസ്ജിദിന് വേണ്ടി നടന്ന നിയമ പോരാട്ടത്തിൽ RSS മേധാവി മോഹൻ ഭഗവത് നടത്തിയ പ്രസ്താവനയാണ് ഇതിന് ആദരമായി കണക്കാക്കപ്പെടുന്നത്. ഇതിങ്ങനെയാണ്: ഹിന്ദുക്കൾ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് എതിരല്ല. മുസ്ലിങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നുവല്ലോ. ഹിന്ദുക്കളുടെ മനോവീര്യം തകർക്കാനാണ് ക്ഷേത്രങ്ങൾ പൊളിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിന് ഈ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഓരോ ദിവസവും ഓരോ പുതിയ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തെ തമ്മിലടിപ്പിക്കേണ്ട ആവശ്യമില്ല. തലമുറകളായി ഹിന്ദുക്കൾ ഉയർത്തുന്ന വാദമാണ് ഗ്യാൻവാപ്പിയിലേത്. പക്ഷേ എല്ലാ മസ്ജിദുകളിലും ശിവലിംഗം തിരയുന്ന പ്രവണത നല്ലതല്ല. ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ളതാണെങ്കിലും മസ്ജിദുകളിൽ നടക്കുന്നതും പ്രാർത്ഥനയാണ്. അവർക്ക് അത് തുടരണമെന്നതാണെങ്കിൽ ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. ഒരു തരത്തിലും ആരാധനയ്ക്കും ഞങ്ങൾക്ക് എതിരല്ല. ഈ പ്രസ്താവന സംഘടനയിലാകെ ചെറുതായെങ്കിലും സ്വാധീനം ചെലുത്തിയതായി മനസ്സിലാക്കാം. കമാൽ മൗലിയും കുത്തബ് മിനാറിലും താജ്മഹലിലും ഒക്കെ വാദമുന്നയിക്കപ്പെട്ടെങ്കിലും സംഘപരിവാറിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ കാര്യമായി ഉണ്ടാകാത്തത് ഇതിന് ഉദാഹരണമാണ്. ഇനി ഇതിന്റെ തുടർച്ചയായി സംഭലിലും അജ്മീറിലും ഒരു വെയിറ്റിംഗ് ആൻഡ് വാച്ച് പോളിസി സംഘപരിവാർ സ്വീകരിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയിൽ ഈ കേസുകൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്നത് കണ്ട് മാത്രം ഇടപെടലുകൾ നടത്താമെന്ന സമീപനമാണ്. സംഭലിലും അജ്മീറിലും സംഘം അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് മറ്റൊരു RSS നേതാവ് ചൂണ്ടിക്കാട്ടുന്നതും. രണ്ട് വിഷയവും പ്രത്യേകം കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നും ഭഗവതിന്റെ പരാമർശം തള്ളിക്കളയാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എല്ലാ ശവകുടീരങ്ങളും കുഴിച്ച് തിരച്ചിൽ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ ഈ വിഷയം ഓരോ കേസുകളായി തന്നെ പരിഗണിക്കണം. അടിസ്ഥാനമുള്ള വാദമാണെങ്കിൽ രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. വഖഫ് വിഷയം തന്നെ നോക്കുക. എല്ലാ സ്വത്തിലും അവകാശം ഉന്നയിക്കുന്നവരാണവർ. സഭയിൽ സമാധാനം സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്കാവില്ല. പക്ഷെ ഭഗവത്ജിയുടെ തീരുമാനം ഞങ്ങൾക്ക് അവസാന വാക്ക് എന്നും അദ്ദേഹം പറയുന്നു. കുപ്രസിദ്ധിക്ക് വേണ്ടിയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കുന്നവർ തങ്ങൾക്കിടയിലുണ്ട് എന്നും ചില സംഘപരിവാർ നേതാക്കൾ പറഞ്ഞതായിട്ടും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്വന്തം ഗ്രൂപ്പിലെ ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. BJP അധികാരത്തിലെത്തിയതോടെ സംഘപരിവാർ എന്ന് അവകാശപ്പെടുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. പ്രശസ്തിക്ക് വേണ്ടിയാണ് പലരും സംഘം എന്ന് പറയുന്നത്. അത് തങ്ങൾക്ക് പ്രയോജനം
ചെയ്യുമെന്ന് അവർ കരുതുന്നു. എന്നാൽ RSS ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞു. അത്തരത്തിലുള്ള രാഷ്ട്രീയ ലാഭങ്ങൾ തങ്ങളുടെ ലക്ഷ്യമല്ല. മറ്റൊരു നേതാവിന്റെ വാക്കുകൾ ഇതായിരുന്നു: രാമക്ഷേത്രത്തിന്റെ ലക്ഷ്യം ഹിന്ദു സമൂഹത്തിന്റെ ആത്മാഭിമാനം തിരിച്ചുപിടിക്കുക എന്നത് തന്നെയായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ കാശി മഥുര വിഷയങ്ങളിൽ ഒരു അനുകൂല സമീപനം അനുഭവപ്പെട്ടെന്നും മറ്റൊരു നേതാവിനെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്.